വൺ, എന്താണ് ഓസ്കി? ഓസ്കി എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ധാരണയും ഇല്ലാതെ ഇരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ടോ, എത്രമാത്രം പഠിക്കാനുണ്ട്, എങ്ങനെയാണ് നടക്കുന്നത്, ക്ലിനിക്കൽ പ്രൊസീജിയർ ആണോ, തിയറി ആണോ, പ്രാക്ടിക്കൽ ആണോ, കമ്പൈൻഡ് ആണോ, ഇതിൻ്റെയൊക്കെ ആൻസറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓസ്കി എന്ന് പറയുന്നത് ക്ലിനിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിമുലേറ്റഡ് എൻവോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ കാണുന്നതാണ് അങ്ങനെ ഒരു എൻവോൺമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു പേഷ്യൻറ്റ് ബെഡ് ഉണ്ടാകും, ഒരു മാനിക്കേൻ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒറിജിനൽ പേഷ്യൻ്റ് ഇരിപ്പുണ്ടാകും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബെഡായിരിക്കും, ആർട്ടിക്കിൾസ് ഒക്കെ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സൈഡിൽ കൈ കഴുകാൻ വേണ്ടി ഒരു കൈ കഴുകാൻ വേണ്ടിയിട്ടൊരു വാഷ് ബേസിൻ ഉണ്ടാകും, ഏപ്രിൻ ഗ്ലൗസ് ഉണ്ടാകും. അങ്ങനെ ഒരു ക്ലിനിക്കിൽ നിങ്ങളൊരു എക്സാം സെൻറ്ററിൽ കയറി ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റൽ റൂം ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ് ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ, എത്ര പ്രൊസീജിയർ, 10 പ്രൊസീജിയർ ഇൻ ടോട്ടൽ നിങ്ങൾ ചെയ്തിറങ്ങുന്ന ആ ഒരു 3 അല്ലെങ്കിൽ 3.25 മണിക്കൂറിൻ്റെ ഒരു എക്സാമിനെയാണ് ഓസ്കി എന്ന് പറയുന്നത്. ഇനി ഓസ്കി തിയറി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, തിയറിയാണ്. പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, പ്രാക്ടിക്കലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് വെർബലൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടാവണം, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയാണ്, ഐ ക്യാൻ സീ ദാറ്റ് ദ റൂം ഈസ് സേഫ് ഫോർ മീ ടു അപ്രോച്ച്. യെസ്, ഞാൻ ആ സമയത്ത് എൻ്റെ റൂമിൽ നോക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ റൂം സേഫ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും അത് പറയണം, എന്ത് പറഞ്ഞാലും അത് ചെയ്യണം. സോ ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓസ്കി എന്ന് ഞാൻ പറയും. അപ്പോൾ 2 രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ 10 സ്റ്റേഷനാണ് ഓസ്കി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 10 സ്റ്റേഷൻസ്? നമ്പർ 1 അസസ്മെൻറ്റ്, നമ്പർ 2 പ്ലാനിങ്, നമ്പർ 3 ഇംപ്ലിമെൻറ്റേഷൻ, നമ്പർ 4 ഇവാലുവേഷൻ. അസസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ, പ്ലാനിങ്, ഇവാലുവേഷൻ, ഈ 4 ഒരു കൂട്ടമാണ് കേട്ടോ. അതായത് ഒരു കണ്ടിന്യൂസ് ഡ്രാമ പോലെയാണ്. അസസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് ചെന്ന് ആ പേഷ്യൻറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു ഒറിജിനൽ പേഷ്യൻ്റായിട്ട് തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. ആളുടെ ഫുൾ സെറ്റ് ഓഫ് വൈറ്റൽസ് എടുത്തിട്ട്, വൈറ്റൽസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്രഷറുണ്ട്, ടെമ്പറേച്ചറുണ്ട്, പൾസുണ്ട്, റെസ്പിറേഷനുണ്ട്, ഇതെല്ലാം എടുത്ത് പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം നോക്കിയതിന് ശേഷം ഇറങ്ങി വരുന്നു. അസസ്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ തിയറിയാണ്, പ്ലാനിങ് അല്ലെങ്കിൽ കെയർ പ്ലാൻ എഴുതാനാണ്. ഈ കണ്ട പേഷ്യൻറ്റിന് എന്തൊക്കെ കംപ്ലയിൻസ് ആണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്, അതിൽ പ്രയോറിറ്റൈസ് ചെയ്ത 2 കെയർ പ്ലാൻ എഴുതി വെക്കണം. ഓക്കെ, സോ ഓരോരോ സെഷൻസും നമ്മൾ എങ്ങനെയാണ് കെയർ പ്ലാൻ എഴുതുന്നത് സാധാരണ പഠിപ്പിക്കാറുണ്ട്, കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പഠിപ്പിക്കാറുണ്ട്. ഇതാണ് പ്ലാനിങ്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അവിടുന്ന് ഇറങ്ങി 3ാമത്തെ സ്റ്റേഷനിൽ വന്നു, കോൾഡസ് ഇംപ്ലിമെൻറ്റേഷൻ. ഒരു ഡ്രഗ് ട്രോളി ഉണ്ടാകും, ഒരു മെഡിക്കേഷൻ ചാർട്ട് ഉണ്ടാകും. അത് വെച്ച് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് നിങ്ങൾ ഡ്രഗ് ട്രോളിയിൽ നോക്കി ഡ്രഗ് ചാർട്ട് എടുത്ത് മരുന്നെടുത്ത് പേഷ്യൻറ്റിന് കൊടുക്കും, പേഷ്യൻ്റ് അത് കഴിക്കും. അതായത് കറക്റ്റായിട്ടുള്ള കഴിക്കുന്ന പോലെ അവർ അഭിനയിക്കും. അതായത് കറക്റ്റായിട്ടുള്ള ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേഷനാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് നേരെ ഇറങ്ങി വന്ന് 4ാമത്തെ സ്റ്റേഷൻ വിച്ച് ഇസ് കോൾഡ് ആസ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഓവർ എന്ന് ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറയാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഷിഫ്റ്റ് ഇൻചാർജിനായിരിക്കും അല്ലേ. ഒരു നഴ്സാണെങ്കിൽ നിങ്ങൾ അടുത്ത ആൾക്ക് വരുമ്പോൾ ഹാൻഡ് ഓവർ കൊടുക്കില്ലേ, നിങ്ങൾക്ക് ഇന്ന പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത്ര കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ കാര്യങ്ങൾ വെർബലി പറഞ്ഞു കൊടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ, സി ആം ഹിയർ ടു ഹാൻഡ് ഓവർ, ഇന്ന ആളാണ്, നിങ്ങൾ ഇന്ന ആളാണോ, ഇന്ന നഴ്സ് ഇൻചാർജ് ആണോ, ഓക്കെ, ഞാൻ ഈ പേഷ്യൻറ്റിനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഇത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഇത്ര കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നു, വന്നതിന് ശേഷമുള്ള വൈറ്റൽസ് ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു എസ് ബാർ, സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ടും അസസ്മെൻറ്റും അതുപോലെ റെക്കമെൻഡേഷനും, അതിനെയാണ് എസ് ബാർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ നിങ്ങൾ ആ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള കംപ്ലയിൻസ് മുഴുവൻ ഹാൻഡ് ഓവറായിട്ട് വെർബലായിട്ട് പറയുന്ന സ്റ്റേഷനാണ് എന്ത്, ഇവാലുവേഷൻ. അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. 4 മാറിയില്ലേ? 10 ഇനിയിപ്പോൾ എത്രയോട് വെച്ചുകൊണ്ട് 6 കൂടി ഉണ്ട്. 5ഉം 6ഉം തിയറിയാണ് കേട്ടോ. 5ാമത്തെ സ്റ്റേഷൻ്റെ പേര് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. മൊത്തം എഴുതാനാണ്. ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമ്മറി ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് വായിച്ചത് ഒരു റിസർച്ച് സ്റ്റഡി ആയിരിക്കാം. അപ്പോൾ അത് വായിച്ചതിന് ശേഷം
ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ NMCയുടെ പോർട്ടലിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തിയറിയാണ്, എഴുതാനുള്ളതാണ്. ഒരു എവിഡൻസ് തന്നിട്ടുണ്ടാകും, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നതെന്നാണ് എഴുതുന്നത്. വിച്ച് ഇസ് കോൾഡ് എസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് റിട്ടൺ സ്റ്റേഷൻ. അപ്പോൾ 5ാമത്തെ കഴിഞ്ഞ് 6ാമത്തേതാണ് പ്രൊഫഷണൽ വാല്യൂ. അതായത് ഒരു നേഴ്സ് ആയിരിക്കുമ്പോൾ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട കുറേ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്ന് NMC വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വാല്യൂസ് വെച്ചിട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ ഒരു പേഷ്യൻറ്റിനെ വേറൊരു കൊളീഗ് അബ്യൂസ് ചെയ്യുന്നത് കണ്ടു അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നേഴ്സായിരിക്കും എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും? ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായൊരു മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. അത് എഗെയിൻ എഴുതി വെച്ചാൽ മതി. ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതി വെക്കുന്നു. റെലവൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഈസ് എ പാസ്. അപ്പോൾ 4 API അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഓക്കെ, 2 തിയറി എവിഡൻസ് ബേസ്ഡ്, പിന്നെ പ്രൊഫഷണൽ വാല്യൂ അല്ലേ? 6 മാറിയോ? മിച്ചമുള്ള 4 എന്തെന്ന് പറയുന്നത്? സ്കിൽ സ്റ്റേഷൻ എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വേറൊന്നുമല്ല, ഒരു പ്രൊസീജിയർ എന്നാൽ നീങ്ങുക. നീ ഒരു NG ട്യൂബ് ഇട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഒരു IM ഇഞ്ചക്ഷൻ ചെയ്ത് കാണിക്കുക. ഇനി അതുമല്ല, നിനക്കൊരു ഈ പേഷ്യൻറ്റിന് ഒരു വൂണ്ട് അസസ് ചെയ്ത് ഒരു വൂണ്ട് ഡ്രസ്സിങ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഒരു സപ്പോസിറ്ററി ഇട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഹലേഷൻ, നിങ്ങളുടെ ഇൻഹേലർ വെച്ച് ഒരു ഇൻഹലേഷൻ മെഡിസിൻ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സെയിം ഇൻഹേലർ തന്നെ സ്പേസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റ് മെഡിസിൻ കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഒരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പ്രൊസീജിയറിനെല്ലാം NMCയുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അവരുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് ഇത്രയും പ്രൊസീജിയേഴ്സിൽ ഏതെങ്കിലും 4 നിങ്ങൾ ചെയ്ത് കാണിക്കണം. ആ 4 ഏതാണെന്ന് നിങ്ങളല്ല, അവരാണ് ചൂസ് ചെയ്യുന്നത്. സോ എക്സാമിനർ പറയും, നീ ഇന്ന് ഈ 4 ചെയ്ത് കാണിക്കുക, ആ 4 ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ വെരി സിംപ്ലി, ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇതാണ് OSCEയുടെ 10 സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 to 3.25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇറങ്ങും. 8 മണിയുടെ എക്സാമിന് പോകുന്നവർ ഒരു 11:15 ആകുമ്പോഴത്തേക്കും യൂഷ്വലി ഇറങ്ങി വരും. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് നിങ്ങളൊരു എക്സാമിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അതാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.